ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ അടിവാരത്ത് എന്താണ് അവസ്ഥ? അവിടെയും പ്രതിഷേധമോ ജനങ്ങളുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ് കെ, ഗുഡ് മോർണിംഗ്. അടിവാരത്ത് ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഈ ചുരത്തിൽ മണ്ണിടിഞ്ഞത് മൂലമുണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന വാഹനങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ കടത്തിവിട്ടത്. പിന്നീട് ഇന്നലെ രാത്രി മുതൽ ഇന്നീ നേരം വരെ ഇവിടെ അടിവാരത്തും ലക്കടിയിലുമൊക്കെ ആയിട്ട് പോലീസ് ഹെഡ് പോസ്റ്റ് വെച്ചിട്ട് ആ വാഹനങ്ങളെ തടയുന്ന കാഴ്ചയാണ്. കുറ്റ്യാടി ചുരം വഴിയായിരുന്നു ഒരു താൽക്കാലികമായിട്ടുള്ള പാത സജ്ജീകരിച്ചിരുന്നത്. പക്ഷേ ചരക്ക് വാഹനങ്ങൾക്കൊന്നും ആ ഭാഗത്തുകൂടി പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തുണ്ട്. ലക്കടി ഭാഗത്തും ഇത്തരത്തിൽ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമൊക്കെ വന്ന വാഹനങ്ങളാണ്. ഈ മണ്ണിടിയുന്ന ഭാഗത്ത്, അതായത് ഇന്നലെ 7 മണിയോട് കൂടിയിട്ടായിരുന്നു താമരശ്ശേരിയിലെ 9ാം ആ വളവിന്റെ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ സമയത്ത് ഈ ചുരത്തിന്റെ ഇടയിൽപ്പെട്ടിട്ടുള്ള വാഹനങ്ങളെയൊക്കെ കയറ്റി വിടുകയും ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്കറിയാം, ഈ മൈസൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ പാതയാണ്. അതിനാൽ തന്നെ നിരവധി വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് പോകേണ്ട നിരവധി വാഹനങ്ങളുണ്ട്. ചരക്ക് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് വാഹനങ്ങളാണ്, വലിയ വലിയ വാഹനങ്ങൾ. ഇതിന് കുറ്റ്യാടി ചുരം വഴി പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്. ബദൽ മാർഗം എന്നുള്ള രീതിയിൽ ആ പാത ഇന്നലെ ഉപയോഗിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നിരവധി വാഹനങ്ങൾ ആ വഴി പോകാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവിടെയും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അടിവാരത്താണ് നമ്മളുള്ളത്. അടിവാരത്ത് ഈ അറ്റം കാണാത്തത്ര രീതിയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഓരോ മണിക്കൂറുകൾ കഴിയുന്ന സമയത്തും വാഹനങ്ങളുടെ എണ്ണം ഇവിടെ കൂടി വരികയായിരുന്നു. നമ്മൾ രാവിലെ 6 മണിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലൈവ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും അവ മടങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചരക്ക് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. മുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അവിടെയുള്ള മണ്ണ് മാറ്റിയാൽ മാത്രം വാഹനങ്ങളെ കടത്തിവിടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപകട സാധ്യതയില്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ നിരയുടെ നിൽക്കുന്ന സമയം കൂടുതൽ നീണ്ടു നിൽക്കുന്നതായി വന്നേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. അതിനാൽ ഇനി മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഈ പറഞ്ഞതുപോലെ വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ടാവുക. ഇപ്പോഴെന്തായാലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്കേൻ, ഗൂഗിൾ കെ വേണുപോലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.